ഇപ്പോൾ ബൈജു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട്. ബൈജു, ഞാനിപ്പോൾ സജിയോട് ചോദിച്ചതും ഇതേ വിഷയം തന്നെയാണ്. നിവിൻ ഈ ഒരു ആരോപണം വന്നപ്പോൾ ഒളിച്ചോടിയില്ല, മുൻകൂർ ജാമ്യം തേടാൻ പോയില്ല, സധൈര്യം വന്ന് ഇങ്ങനെയല്ല, ഇതിനെ ഞാൻ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോൾ അതിനൊക്കെ കഴിഞ്ഞ് ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് മാത്രമല്ല, ആ ഗൂഢാലോചന ഈ നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണെന്ന് സംശയിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകി കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അത്? അങ്ങനെ ഒരു തോന്നൽ തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അതായത് ഈ പരാതി വന്ന് അതേ ദിവസം തന്നെ ഞാൻ അന്ന് ഇടുക്കിയിൽ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഇത് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ഈ കേസ് അറിഞ്ഞപ്പോൾ തന്നെ ഈ പരാതി കൊടുത്ത ആള് താമസിക്കുന്നത് നേര്യമംഗലം എന്ന സ്ഥലത്താണ്, കോതമംഗലം നേര്യമംഗലത്താണ്. ഞാൻ ഇവരോട് അടുത്ത കുറെ ആളുകളോട് അന്വേഷിച്ചു. ഈ അന്വേഷിച്ച കഴിഞ്ഞപ്പോൾ നേരത്തെ ഒരു കഞ്ചാവ് കേസിൽ എന്തോ ഇവരെന്തോ ഒരു പ്രതിയായി. അങ്ങനെയുള്ള ഒരാളാണ് ഈ പരാതി കൊടുത്തത്. ഒന്നത്. രണ്ട്, നിവിൻ പോളിയെ പോലുള്ള ഒരാൾ. നിവിൻ പോളി ഇപ്പോൾ വലിയ പ്രോജക്റ്റുകൾ എന്തോ 2-3 പ്രോജക്റ്റുകൾ പുള്ളി എടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ കമ്പനികൾ തന്നെയാണ് ആ പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. ഏതാണ്ട് കോടിക്കണക്കിന് രൂപ, 100-150 കോടി രൂപ വരുന്ന ആണ് നിവിൻ പോളിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഈ മലയാള സിനിമയിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു തൊഴുത്തിക്കുത്ത് വലുതായിട്ട് നടക്കുന്നുണ്ട്. കാരണം എന്റെ കയ്യിൽ സിനിമ നിൽക്കണം, അതാണല്ലോ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ സിനിമ നിൽക്കണം എന്ന് കരുതുന്ന കുറെ ആളുകളുണ്ട്. അപ്പോ നിവിൻ പോളിയെ പോലുള്ള ആൾ ചിലപ്പോൾ ഇത്രയും വലിയ പ്രോജക്റ്റുകളുമായി വരുന്ന ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതൊരു കാരണമാകാം. ഇല്ലെങ്കിൽ ഇപ്പോ കുറെ അധികം ആളുകളുടെ പേരിൽ പരാതിയുടെ പ്രളയമായിരുന്നു. പല ആളുകളും പിന്നെ മുകേഷിനൊക്കെ എതിരെയാണെങ്കിൽ 2-3 പേരൊക്കെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പരാതി കൊടുത്തപ്പോ ഈ പരാതികളെ മുഴുവൻ ഇവർക്കൊന്ന് പൊളിച്ചെടുക്കണമെങ്കിൽ, അതായത് ഈ പരാതികൾ മുഴുവൻ വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ നിവിൻ പോളിയെ പോലെയുള്ള ആളുടെ പേരിൽ ഒരു പരാതി കൊണ്ടുവന്നാൽ ഇത് മൊത്തത്തിൽ അങ്ങ് വ്യാജമാണ്, വ്യാജ പരാതിയാണ് എന്നൊരു ധ്വനി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയായിരിക്കണം ഇവരിത് ചെയ്തത്. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളുമല്ല. ശരി, ബൈജു ഒന്ന് ദയവായി തുടരുക. ഞാൻ സജി നന്ദിയായിട്ട് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. സജി, ഇപ്പൊ ബൈജു ഉന്നയിച്ച ഒരു കാര്യം, അതായത് വീണ്ടും സിനിമയുടെ തിരക്കുകളിലേക്ക് നിവിൻ പോവുകയാണ്. ഇപ്പം രാജാവിന്റെ ഒക്കെ ഷൂട്ട് ഷെഡ്യൂളിംഗ് ആരംഭിച്ച് സിനിമ തുടങ്ങിയിരിക്കുകയാണ്, ചിത്രീകരണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ മലയാള സിനിമ അകന്നു പോവുകയാണ്, അതുകൊണ്ട് പെടുത്തിക്കളഞ്ഞേക്കാം എന്നൊരു തോട്ട്, അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ ബൈജു ഉന്നയിക്കുന്നത്. അതായിരിക്കുമോ, അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിന്റെ പ്രവർത്തനമായിരിക്കുമോ, ഗൂഢാലോചനയായിരിക്കുമോ ഈ ആരോപണത്തിന് പിന്നിൽ? അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പവർ ഗ്രൂപ്പ് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ ആണെങ്കിൽ നമുക്കറിയാം, എല്ലാവർക്കും ആ സമയത്ത് പടങ്ങളുടെ എണ്ണം കുറവാണ്, കോമ്പറ്റീഷൻ ഉള്ള ഒരു സമയം. അപ്പോ മെയിനായ ആർട്ടിസ്റ്റുകൾക്കെല്ലാം അവരുടെ സ്പേസ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, അവർക്ക് ഡേറ്റ് ഇല്ലാതെ കുഴപ്പമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു പവർ ഗ്രൂപ്പിന്റെ സിനിമയില് കുറെ 10-50 സിനിമകൾ വന്നുകൊണ്ടിരുന്ന കാലത്തിലൊക്കെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷം നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യം 200-ൽ പരം പടങ്ങൾ വരുന്നൊരു സാഹചര്യത്തില് ഇപ്പം സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഡേറ്റ് ഇല്ലാത്ത കുഴപ്പമില്ല, അവർക്ക് ഡേറ്റ് ഇല്ലാത്ത കുഴപ്പമില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ടൊരു പവർ ഗ്രൂപ്പ് ഇപ്പൊ സജീവമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിവിൻ പോളിയുടെ കേസില് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പിന്റെ ആ യുഗം അവസാനിച്ചോ? ഒരിക്കലും അവസാനിച്ചെന്ന് പറയാൻ പറ്റില്ല. സജി അത് പറയുന്നത് സജി ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ട് പറയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സജി അത് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നു. കാരണം ഇപ്പോഴും ആ പവർ ഗ്രൂപ്പ് സജീവമാണ്. ആ സജീവമാണെന്നുള്ളൊരു തെളിവുകൾ സജീവം വേണമെങ്കിൽ നിരത്തി തരാം. കുറേയധികം തെളിവുകൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന തെളിവുകൾ നടത്തരാം. ഗവൺമെന്റ് ഒരു ഉദാഹരണം പറയൂ. അല്ല, ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ മന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് കൊടുത്തിരുന്നു, ഷാജിയൻ കരുണിന് കത്ത് കൊടുത്തിരുന്നു. എന്ന് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് കൂടിയത്. അതാണ് ഞങ്ങൾ ആ സ്റ്റേജിലേക്ക് കയറി സംസാരിക്കേണ്ടി വന്നത്, താജ് ഹോട്ടലിൽ വെച്ച്. അതൊരു കാര്യം. അതേപോലെ ഈ ആരോപണ വിധേയരായ ആളുകളുടെ ആരോപണങ്ങൾ മുഴുവൻ വ്യാജമാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ മാതിരിയുള്ള ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ നേരത്തെ സജിയോട് ചോദിച്ചു. സജി, ഇപ്പം നോക്കൂ, ഈ നയരൂപീകരണ സമിതിയിൽ ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പല പ്രമുഖരും മുന്നോട്ട് വന്നിരുന്നു, പരാതി അടക്കം നൽകി, പക്ഷേ മാറ്റിയില്ല, പരിശോധിച്ചത് പോലുമില്ല. എന്തുകൊണ്ടായിരിക്കും? അല്ല, ഈ നയരൂപീകരണ സമിതി എന്ന് പറയുന്നത് ഗവൺമെന്റ് പരമായ കാര്യമാണ്. അതും സിനിമയുമായി മലയാള സിനിമയിലെ ആയിട്ട് യാതൊരു ബന്ധവും അതിനകത്തില്ല. നയരൂപീകരണ സമിതിയിൽ ഒരു ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അതിന് ഫിലിം ചേംബറിനെ പോലും അതിൽ അംഗമാക്കിയിട്ടുണ്ട്. ഞങ്ങളത് പറഞ്ഞു, ഗവൺമെന്റിലേക്ക് കത്തയച്ചു, മുഖ്യമന്ത്രിക്ക് കത്തയച്ചു, സാംസ്കാരിക മന്ത്രിക്കും സാംസ്കാരിക സെക്രട്ടറിക്കും, അതുപോലെ തന്നെ ഷാജിയൻ ചെന്നു അദ്ദേഹത്തിന് ഞങ്ങൾ ചേംബർ കത്ത് കൊടുത്തു. നയരൂപീകരണ സമിതിയിലെ അംഗമില്ല. കാരണം മലയാള സിനിമയുടെ മുഖം എന്ന് പറയുന്നത് ഫിലിം ചേംബറാണ്.
ഈ മലയാള സിനിമയ്ക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉണ്ണികൃഷ്ണനെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ ഷാജിയൻ കരുണിനെയൊക്കെ വെച്ചിരിക്കുന്നത്? വല്ല സർക്കാർ അത് ഗവൺമെന്റല്ലേ, അത് ഗവൺമെന്റാണ്, അത് ഗവൺമെന്റാണ്. അതിനകത്ത് മലയാള സിനിമയ്ക്ക് എന്താണ് ബന്ധം? ഗവൺമെന്റ് വെക്കുകയല്ലേ അത്? ഗവൺമെന്റുമായിട്ട് പൈസ ഇതിനെന്താ ബന്ധം? ഞങ്ങൾ പോലും അതൃപ്തി പരിഗണിക്കേണ്ടേ സജി? എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. ഫിലിം ചേംബർ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. കഴിഞ്ഞ് മനസ്സിലാക്കുക, ഫിലിം ചേംബർ ഞാനാണ് ഉൾപ്പെട്ട പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും സാംസ്കാരിക സെക്രട്ടറിക്കും. അതോടൊപ്പം തന്നെ ഷാജിയൻ കരുണൻ ഞങ്ങൾ പരാതി കൊടുത്തു. നയരൂപീകരണ സമിതി അപ്പക് മോഡിയ ഫിലിം ചേംബറിന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസിഡന്റ് PR ജയിക്കുവാനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് അതിന് പോലും മറുപടിയില്ല. അതിന് പോലും ഈ പ്രാവശ്യം നടന്നത് സജീവന്റെ ഞങ്ങളും ഈ പരാതി മന്ത്രിക്കും അതേപോലെ ഷാജിയൻ കരുണും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉൾപ്പെടെ സർവേ ആൾക്കാർക്ക് ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളെല്ലാം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണ കൊട്ടാല വെച്ച് മീറ്റിംഗ് നടത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ മീറ്റിംഗിൽ കയറി ഞങ്ങളുടെ പ്രതിഷേധം ഞാൻ അറിയിച്ചത്. അത് ഞങ്ങൾക്ക് ഉണ്ണികൃഷ്ണനെ ആക്കിയതാണ് ഞങ്ങൾ പ്രതിഷേധമല്ല. ഞങ്ങളുടെ പ്രശ്നം ഫിലിം ചേംബറിന് ഒരു പ്രതിനിധി ബൈക്കിൽ അറിയാമല്ലോ. ഫിലിം ചേംബർ ഒരു പ്രതിനിധി സ്വാഭാവികം, അത് നയരൂപീകരണമല്ലേ, സ്വാഭാവികമല്ലേ? പറ, അത് വന്നിട്ടില്ല. തീർച്ചയായിട്ടും അപ്പൊ സർക്കാർ തീരുമാനമാണ്. അല്ല ശരി, വളരെയധികം നന്ദി സജി നന്ദ്യാൽ. അതോടൊപ്പം തന്നെ ബൈജു കൊട്ടാരക്കര സംസാരിച്ചു. ഇവർ രണ്ടുപേരും പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും പലരുമായി ഈ അവരുടെ സംഘടനകൾ പല പരാതിയും മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും നൽകി. പക്ഷെ അതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോൾ നയരൂപീകരണ സമിതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അനന്തൻ, അവിടെ തന്നെ അതായത് സിനിമയുടെ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയാണ് ഈ നയരൂപീകരണ സമിതി, ഒരു നയം രൂപീകരിക്കാൻ ആ സമിതിയിലുള്ള ആളുകൾക്കെതിരെ പരാതി ഉയർന്നിട്ട് പോലും, പലതരത്തിലുള്ള പരാതി ഉയർന്നിട്ട് പോലും അവരെ ഒന്ന് മാറ്റാൻ വരാതെ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? തീർച്ചയായിട്ടും അങ്ങനെ അത്തരം പരാതികൾ ഗൗരവത്തിലെടുക്കാത്തതും അതിനൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ട് ഇത്രയും വർഷം ഒരു നിയമ നടപടി പോലും എടുക്കാതെ ലോക്കറിൽ വെച്ചതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഇന്നലെ കോടതിയിൽ നിന്ന് സർക്കാരിന് അത്രയും വലിയ പഴി കേൾക്കേണ്ടി വന്നത്. ഏതായാലും നിവിൻ പോളിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിവിൻ പോളി നേരിട്ട് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തി ADGPക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ സിനിമാ മേഖലയിൽ നിന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പരാതി ഉന്നയിക്കപ്പെട്ടത് എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, നിവിൻ പോളി എന്ന് പറയുന്ന സ്റ്റാർ വീണ്ടും തിരിച്ചു വരുന്നതിനെ തടയിടാൻ